to be the best, number one, nothing less. Lead me to my destiny. I have waited patiently. I have vision, oh I believe. I know I can count on me. Stand up for the champions, for the champions. Stand up, stand up, stand up for the champions, for the champions. Morning. ഞാൻ ആദ്യമായി മുകളിലിരിക്കുന്ന ദൈവിക ശക്തിയുടെ പേരിൽ നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നതായി ഞാൻ I love you. I love you. രണ്ട് കൈ ഉയർത്തി I love you. I love you. I love you. I love you. Third, I love you for the divine power inside. I love you. I love you. 2013 ആദ്യമായി നടക്കുന്ന ചെയർമാൻസ് ക്ലബ് യോഗത്തിലേക്ക് വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളിൽ പലരും വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ ഗൗരവത്തോടു കൂടി ഇരുന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും പഠിക്കാൻ സാധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ഈ പരിപാടി നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുവാനായി പോവുകയാണ്. മറ്റുള്ള ആരുടെയെങ്കിലും പ്രത്യേകമായ ക്ഷണപ്രകാരമല്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ വന്നേരി ചേർന്നിരിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹം നിങ്ങളുടെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇന്ന് നിങ്ങളുടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് സമ്പന്നനാവാനായി പൈസ സമ്പാദിക്കാം എന്നതിനെ കുറിച്ച് പഠിക്കുവാനാണ്. നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഈ മീറ്റിംഗ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഇന്നത്തെ ഈ പരിശീലന പരിപാടി നിങ്ങൾ പഠിപ്പിക്കുന്നത് എങ്ങനെ ബിസിനസ് ചെയ്യാം, എങ്ങനെ നമുക്ക് കൂടുതൽ സമ്പാദിക്കാം, എങ്ങനെ സമ്പന്നനാകാം എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളുടെ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ പ്രത്യേകമായ നിശ്ചയപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായി നന്ദി പറയേണ്ടത് ദൈവത്തോടാണ്. നമ്മുടെ ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി 3 പ്രാവശ്യം നിനക്ക് നന്ദി, നിനക്ക് നന്ദി, നിനക്ക് നന്ദി എന്ന് ശബ്ദത്തിൽ ആവർത്തിച്ച് പറയും. ഇനി ശബ്ദമായിട്ട് പവർ ഇല്ല. ദൈവത്തിന്റെ പ്രതിനിധി എന്നോണം ഈ ഹാളിലേക്ക് അല്ലെങ്കിൽ ഈ മീറ്റിംഗിലേക്ക് നിങ്ങളെ ആരാണോ ക്ഷണിച്ചു കൊണ്ടുവന്നത് നമ്മളോട് നേരിട്ട് വന്ന് ചിലപ്പോൾ കാര്യങ്ങളെല്ലാം ഒന്നും പറയുകയില്ല. അത് മറ്റ് ഒരു ഇൻഡയറക്റ്റ് ആയി അതാണ് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഒരു സ്വാമിജി എക്സൽ ഉണ്ടായിരുന്നു, ധാരാളം വെള്ളം ഉണ്ടായിരുന്നു, വെള്ളപ്പൊക്കം ഉണ്ടായി. എല്ലാവരെയും പോലീസ് വന്നിട്ട് മാറ്റി പാർപ്പിക്കുകയായിരുന്നു. സ്വാമിജി പറഞ്ഞു, ഞാൻ എവിടെയും പോകാൻ വേണ്ടി പോകുന്നില്ല, ദൈവം എന്നെ തീർച്ചയായും സംരക്ഷിച്ചു. അങ്ങനെ നേവിയും ഹെലികോപ്റ്ററും മറ്റുള്ള രക്ഷാപ്രവർത്തകരൊക്കെ വന്ന് ബോട്ടിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർട്ടി. വീണ്ടും സ്വാമി പറയുന്നു, ഞാൻ എവിടെയും വരാൻ വേണ്ടി പോകില്ല, ദൈവം എന്നെ നിശ്ചയമായും രക്ഷിക്കും. സ്വാമിജി അവിടെയുള്ള അമ്പലത്തിന്റെ ഏറ്റവും മുകളിലേക്ക് കയറി. വെള്ളം ഉയർന്നു വരുന്നു. അങ്ങനെ അമ്പലം മുങ്ങാറായി. ഈ സമയത്ത് ഹെലികോപ്റ്റർ വന്നു, സ്വാമിജി നിങ്ങൾ എന്തായാലും വരണം. കയറിട്ട് കൊടുത്തു. കയറാൻ വേണ്ടി സ്വാമിജി പറഞ്ഞു, ഞാൻ എന്തായാലും വരുന്നില്ല, കാരണം ദൈവം എന്നെ രക്ഷിച്ചു. അങ്ങനെ സ്വാമിജി മരിച്ചു. ദൈവത്തോട് ചോദിച്ചു, ഞാൻ നിന്നെ പൂർണ്ണമായും വിശ്വസിച്ചു, പക്ഷെ നീ എന്തുകൊണ്ട് എന്നെ രക്ഷിച്ചില്ല? ഞാൻ നിന്നെ രക്ഷിക്കാനായി പോലീസുകാരെയും ഫയർഫോഴ്സിനെയും ഹെലികോപ്റ്ററിനെയും ഒക്കെ വിട്ടു, പക്ഷേ നിങ്ങൾ അതിനോടൊന്നും സഹകരിച്ചില്ല. പിന്നെ എനിക്ക് നിങ്ങളെ എങ്ങനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് ദൈവം തിരിച്ചു വിളിച്ചു. നിങ്ങളെ അടുത്തതായി നമ്മൾ നന്ദി പറയാൻ പോകുന്നത്, നമ്മെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത് ആരാണോ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി നിങ്ങൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ഐ താങ്ക് യു, പേര് പറഞ്ഞ് താങ്ക് യു വെരി മച്ച്. മൂന്നാമതായി നിങ്ങൾ നന്ദി പറയാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്കാണ്. ആ പ്രധാനപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കസേരയിൽ ഇരിക്കുന്നയാളാണ്. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ഷോളിൽ ചുമലിൽ തട്ടിക്കൊണ്ട് നിങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട്
താങ്ക് യു പറയുക. സ്വന്തം പേര് വിളിക്കുക. താങ്ക് യു. അടുത്തതായി നിങ്ങളുടെ ഇരുവശങ്ങളിൽ ഇരിക്കുന്ന രണ്ടുപേരുടെയും ചുമൽ തട്ടുകൊണ്ട് രണ്ടെണ്ണം അടിച്ചിട്ട് എല്ലാവരും അടിച്ചു. സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എത്ര പൈസ ചെലവഴിച്ചു? സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്, അതൊരിക്കലും പുറത്തുള്ളതല്ല. സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്, പുറത്തുള്ളതല്ല. മറ്റുള്ളവർ നിങ്ങളെ ആരെയും അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മറ്റുള്ളവരെ അംഗീകരിക്കുന്നില്ല എന്ന്. മറ്റുള്ളവർ നിങ്ങൾ മറ്റുള്ളവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയമായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിൽ തന്നെയാണ് സ്വന്തമായി അംഗീകാരങ്ങൾ വരേണ്ടത്. അത് തന്നെയാണ് നമ്മുടെ അംഗീകാരമായി മാറുന്നത്. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതിലൂടെയാണ് സ്നേഹം ആദ്യമായി ആരംഭിക്കേണ്ടത്. മറ്റുള്ളവർ നിങ്ങൾക്ക് നന്ദി പറയുവാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ സ്വന്തമായി നമ്മോട് തന്നെ നന്ദി പറയുള്ളവരായി. എല്ലാ ദിവസവും കാലത്ത് ഉറങ്ങി എഴുന്നേറ്റ് നേരെ നിലക്കണ്ണാടിയുടെ ആൾക്കണ്ണാടി മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മുഖവും നിങ്ങളുടെ കണ്ണുകളും നന്നായി കാണുക. അങ്ങനെ കണ്ണാടിയിൽ കാണുന്ന ആ രൂപത്തെ നിങ്ങൾ പൂർണ്ണമായും കെട്ടിപ്പുണർന്നുകൊണ്ട് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് 21 പ്രാവശ്യം, നമുക്കിത് 3 പ്രാവശ്യം പരിശീലിക്കാം ഇപ്പോൾ. എല്ലാവരും കെട്ടിപ്പിടിക്കണം. ടൈറ്റ് ആയിട്ട് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു 3 പ്രാവശ്യം. പലർക്കും കിസ് ചെയ്യാൻ നാണക്കേടാണ്, കാരണം അനേകം ആളുകൾ കിസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാം അല്ലെങ്കിൽ പരിശീലന പരിപാടിയുടെ സമയത്ത് ദയവ് ചെയ്ത് നിങ്ങൾ ആരും പരസ്പരം സംസാരിക്കരുത്. ഇത് വളരെ വളരെ മൂല്യമുള്ള ഒരു പരിപാടിയാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണത്തോടു കൂടി ഇന്ന് വൈകുന്നേരത്തോടു കൂടി നിങ്ങൾ വളരെ ശക്തിയുള്ള ഒരു വ്യക്തിയായി മാറാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ നന്നായി പങ്കെടുത്താൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. വളരെ കുറച്ച് സഹകരിച്ച് പങ്കെടുത്താൽ വളരെ അല്പം മാത്രം നിങ്ങൾക്ക് നേടിയെടുക്കും. ഈ പരിപാടിയുടെ സമയത്ത് മൊബൈൽ ഫോണിൽ സംസാരിക്കുവാനോ വെള്ളം കുടിക്കുവാനോ യൂറിൻ പാസ് ചെയ്യാനൊന്നും ദയവ് ചെയ്ത് പോകാതിരിക്കുക. ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായി കേൾക്കുക, നന്നായി പഠിക്കുക. നാളെ മുതൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായി ശ്രദ്ധിക്കുക. ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പഠിക്കുവാനായി പോകുന്ന കാര്യങ്ങൾ ലോകത്തിൽ എവിടെ നിന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. കോളേജിൽ നിന്നായാലും ഏതെങ്കിലും സർവകലാശാലകളിൽ നിന്നോ എവിടെ നിന്നും കേൾക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടുക. സ്കൂളുകളും കോളേജുകളും നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെ ദരിദ്രൻ ആവാം എന്നാണ്. സമ്പന്നനാകാൻ വേണ്ടിയല്ല, നിങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി വേല ചെയ്യുവാനുള്ള ജോലിക്കാരനായി മാറ്റുകയാണ്. കൂലിക്ക് വേണ്ടി വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യനും ഈ ലോകത്തിൽ സമ്പന്നനായി മാറിയിട്ടില്ല. ഇന്നുള്ള സമ്പന്നന്മാർ ആരും കോളേജിൽ പോയിട്ടുള്ളവരുമല്ല. ബിൽഗേറ്റ്സ് കോളേജിൽ പോയിട്ടില്ല. മൈക്കിൾ ഡെൽ കമ്പ്യൂട്ടറിന്റെ ഉടമ, അദ്ദേഹം ഒരിക്കലും കോളേജിൽ പോയിട്ടില്ല. ആപ്പിൾ കമ്പ്യൂട്ടറിന്റെ ഉടമസ്ഥൻ സ്റ്റീവ് ജോബ് ഒരിക്കലും കോളേജിൽ പോയിട്ടില്ല. ജനറൽ ഇലക്ട്രിക് തോമസ് ആൽവ എഡിസൺ did not go to college. ഇലക്ട്രിസിറ്റിയുടെ വിജ്ഞാതാവ് തോമസ് ആൽവ എഡിസൺ ഒരിക്കലും കോളേജിൽ പോയിട്ടില്ല. വാൾട്ട് ഡിസ്നി എന്ന് പറഞ്ഞ ഡിസ്നി ലാൻഡ് ഒരിക്കലും അദ്ദേഹം കോളേജിൽ പോയിട്ടില്ല. ധീരുഭായ് അംബാനി നമ്മൾക്ക് അടുത്തറിയുന്ന ആളാണ്, അദ്ദേഹം കോളേജിൽ പോയിട്ടില്ല. നമ്മുടെ ഗാന്ധി അദ്ദേഹം പോലും കോളേജിൽ പോയിട്ടില്ല. ഇവരൊക്കെ സമ്പന്നന്മാരാണ്, കാരണം അവരാരും കോളേജിൽ പോയിട്ടില്ല. നമ്മൾ കോളേജിൽ പോയാൽ നമ്മൾക്ക് ജോലി ലഭിക്കും. ചിലപ്പോൾ ഉയർന്ന ജോലിയാവാം, അല്ലെങ്കിൽ ചെറിയ ജോലിയാവാം. പക്ഷെ നമുക്ക് ചെറിയൊരു വേതനം മാത്രം. ഈ സമയം നമ്മൾ ചെലവഴിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു പരിധി വെച്ചുള്ള സമയമാണ് ചെലവഴിക്കുന്നതെങ്കിൽ നമ്മുടെ വരുമാനത്തിനും പരിധിയുണ്ടാകും. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ സമ്പന്നനായി മാറുന്നത്, എങ്ങനെയാണ് സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളത്. ഇന്ന് കേൾക്കുന്ന ഓരോ വാക്കുകളും സശ്രദ്ധം നിങ്ങൾ കേൾക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായി മനസ്സിൽ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കൈയടിക്കുക. സമ്പന്നനാകാൻ ആഗ്രഹിക്കാത്തവർ ദയവ് ചെയ്ത് കൈ ഉയർത്തുക. Nobody? ആരുമില്ല. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരിക്കലും വേല ചെയ്തുകൊണ്ട് സമ്പന്നനാവുക സാധ്യമല്ല. സമ്പന്നനാവണമെങ്കിൽ ബിസിനസ് തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായ ഒരു പ്രോഡക്റ്റ് തരികയാണ്. ഇത്രയും കാലങ്ങളായിട്ടും ഈ അടുത്ത നാളുകളിലൊന്നും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ലോകത്തിൽ വേറെ ഇല്ല. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി വളരെ ശക്തിമത്തായ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഈ പ്രോഡക്റ്റ് വിൽക്കേണ്ടതുണ്ട്. പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾ പൈസ സമ്പാദിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമ്പന്നനായി മാറുവാൻ സാധിക്കുകയുള്ളൂ. ഈ പരിശീലന പരിപാടി
നാളെ മുതൽ ഡിവൈൻ നോനി വിൽക്കുവാനും അതിലൂടെ സമ്പാദിക്കുവാനും അങ്ങനെ സമ്പന്നനാകാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ വിൽക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരാളാണെങ്കിൽ ഇന്ന് നിങ്ങൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ആളായിട്ട് മാറും. ഇന്ന് നിങ്ങൾ സമ്പാദിക്കുവാൻ ആഗ്രഹിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾ ഇത് സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നവനായി മാറും. നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കാത്ത ആളാണെങ്കിൽ ഇന്ന് നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് മാറും. ആദ്യത്തെ പ്രവേശന പരീക്ഷ ഇത് ഒരു MBA കോഴ്സാണ്. MBA എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന്റെ ഫുൾ ഫോം മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. 3 ലക്ഷം രൂപയോളം ചെലവഴിച്ച് 2-3 വർഷം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് 10,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിക്കാരനായിട്ട് മാറാം. MBA പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സും ടീച്ചേഴ്സും ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒരു ബിസിനസ് നടത്താത്തവരാണെന്ന് നമ്മൾ അറിയുക. ഒരിക്കൽ പോലും ബിസിനസ് ചെയ്യാത്ത പ്രൊഫസേഴ്സ് എഴുതിയിട്ടുള്ള പുസ്തകം പഠിച്ചിട്ടാണ് ഈ പ്രൊഫസേഴ്സ് MBA-കാരെ പഠിപ്പിക്കുന്നത്. എന്നാൽ മറിച്ച് ഡിവൈൻ നോനി ഫാമിലിയിൽ നിന്നും പഠിപ്പിക്കുന്നത് ആരാണോ ജീവിതത്തിൽ ബിസിനസ് ചെയ്ത് വിജയിച്ചിട്ടുള്ളവരാണ് ഈ ഡിവൈൻ നോനി ഫാമിലിയിലെ MBA പഠിപ്പിക്കുന്നത്. ഈ MBA കോഴ്സ് 4 വർഷത്തെ പരിശീലനത്തിന് വേണ്ടിയുള്ള 1 ഇയർ കോഴ്സാണ്. ഒരു വർഷം തുടർച്ചയായി മാസത്തിലെ ഒരു ദിവസം നിങ്ങളെ ഞാൻ പഠിപ്പിക്കുവാനായി. നിങ്ങൾ തുന്നപ്പണി പഠിക്കേണ്ടത് ഒരു ടൈലറിൽ നിന്നുമാണ്. സൈക്കിൾ ചവിട്ടാൻ പഠിക്കേണ്ടത് സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന ആളിൽ നിന്നുമാണ്. നിങ്ങൾ സമ്പന്നനാകാനായി പഠിക്കേണ്ടത് ആരാണോ സമ്പന്നനായിട്ടുള്ളത് അദ്ദേഹത്തിൽ നിന്നുമാണ്. 5 വർഷത്തെ തീവ്രമായ പഠനത്തിന് ശേഷം നിങ്ങൾക്ക് ഈ MBA ലഭിക്കും. എന്ന് പറഞ്ഞാൽ മാസീവ് ബാങ്ക് അക്കൗണ്ട്. നിങ്ങൾക്ക് 1 വർഷക്കാലം ഞാൻ പറയുന്നതും എൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ച് പഠിക്കാൻ സാധിക്കുകയും അടുത്ത 4 വർഷം അത് തുടർച്ചയായി പ്രാവർത്തികമാക്കുകയും ചെയ്താൽ ഈ ബോർഡിൽ എഴുതിയതുപോലെ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുന്നതായി കാണാം. നാളെ മുതൽ ഇന്ന് ഇവിടെ നിന്ന് കേട്ട കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് 40,000 രൂപ 5 മാസത്തിന് ശേഷം 1 മാസം വെച്ച് നിങ്ങൾക്ക് സമ്പാദിക്കുവാനായി സാധിക്കും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പേപ്പറിലൂടെയാണ് വായിക്കുന്നത്. വിജയത്തിന്റെ സൂത്രം: ഞാൻ ഡിവൈൻ നോനിയെ വിൽപ്പന ചെയ്യും, ഞാൻ പണം സമ്പാദിക്കും, ഞാൻ ജയിക്കും. ഇതാണ് നമ്മുടെ പ്രവേശന പരീക്ഷ. ഈ എഴുതിയിരിക്കുന്ന 3 കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കും. ഞാൻ ഡിവൈൻ നോനിയെ വിൽപ്പന ചെയ്യും, ഞാൻ പണം സമ്പാദിക്കും. ഞാൻ പണം സമ്പാദിക്കും. 2 കൈയിൽ സമ്പാദിക്കണം, ഒരു കൈയിലല്ല. ഞാൻ പണം സമ്പാദിക്കും, ഞാൻ പണം സമ്പാദിക്കും, ഞാൻ ജയിക്കും. ഞാൻ ഡിവൈൻ നോനിയെ വിൽപ്പന ചെയ്യും, ഞാൻ ഡിവൈൻ നോനിയെ വിൽപ്പന ചെയ്യും, ഞാൻ പണം സമ്പാദിക്കും, പണം സമ്പാദിക്കും, 2 കൈയിൽ സമ്പാദിക്കും, ഞാൻ ജയിക്കും. ഞാൻ നിങ്ങൾക്ക് ധാരാളം സമ്പാദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വലിയൊരു രഹസ്യമുണ്ട്. ഒന്ന്, നിങ്ങൾ സ്വന്തമായി ഡിവൈൻ നോനി വിൽപ്പന നടത്തണം. രണ്ടാമതായി നിങ്ങളുടെ റീറ്റെയിലർ ടീമുമായി ചേർന്നുകൊണ്ട് ഡിവൈൻ നോനി വിൽപ്പന നടത്തണം. മറ്റു വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് ഷോപ്പുകളിലൂടെ ഡിവൈൻ നോനി വിൽപ്പന നടത്തുക എന്നുള്ളത്. അതാണ് ഒരു ത്രിമാന സമ്പാദ്യ ഡിവൈൻ നോനി വിൽപ്പന സമ്പാദിക്കാനുള്ള മാർഗം. ഈ ഷോപ്പ് സെയിൽ നന്നാവാൻ വേണ്ടിയുള്ള ഒരു സുന്ദരമായ ഒരു ഗാനമുണ്ട്. ആ ഗാനം നമ്മൾക്ക് കേൾക്കാം, നമ്മൾ പഠിക്കും. ഇത് കാലം മുതലാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഡാൻസ് ചെയ്യുന്നില്ലെങ്കിൽ സാർ അവിടെ വരികയും ഡാൻസ് കൊടുക്കുക. ഇന്നത്തെ ഈ പരിപാടിയുടെ പരിശീലന പരിപാടിയുടെ മൂല്യം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നതിന് ഞാൻ പൂർണ്ണമായും സന്നദ്ധനാണ്, സമർപ്പിതനാണ്.
കടയ്ക്ക് പോകാം വരൂ ഡിവൈൻ നോണി ബാട്ടിൽ കടയിൽ വെക്കാം വരൂ കടയാകെ ജ്വലിച്ചിടൂ ഡിവൈൻ നോണി കുപ്പിയോടെ നിങ്ങൾ തിളങ്ങിയിടൂ ശക്തിയുള്ളതാണ് ഈ ദൈവിക നോണി സ്വാദിഷ്ടമാർന്നതാണ് ഈ ദൈവിക നോണി കടയ്ക്ക് പോകാം വരൂ ഡിവൈൻ നോണി ബാട്ടിൽ കടയിൽ വെക്കാം വരൂ നമ്മുടെ കമ്പനി പറ്റി പറയൂ നമ്മുടെ പ്രോഡക്റ്റ് പറ്റി പറയൂ വിൽപ്പന പറ്റി പറയൂ നമ്മുടെ ലാഭത്തെ പറ്റി പറയൂ കടക്കാരനോട് ഞങ്ങൾ ആദരിക്കാൻ പറയൂ ഡിവൈൻ നോണി പോസ്റ്ററയും ഒട്ടിക്കാൻ പറയൂ ദിവസം തോറും കടയിൽ ചെന്ന് വിട്ടോന്ന് പറയൂ വിറ്റ് കിട്ടിയ കാശിനെ നീ വാങ്ങിച്ചോട് ബെസ്റ്റ് ഡാൻസേഴ്സ് ഗിഫ്റ്റ് നോണിയെ നീ വിൽക്കാതെ വെക്കൂ ഇങ്ങനെ തന്നെ 10 കടയിൽ വിൽപ്പന ചെയ്യൂ കടയ്ക്ക് പോകാം വരൂ ഡിവൈൻ നോണി ബാട്ടിൽ കടയിൽ വെക്കാം വരൂ ആട് സാറേ എല്ലാവരും കൈതട്ടാൻ പാടില്ല. നിങ്ങൾ സ്വന്തമായി വിറ്റു വന്നാൽ ലാഭം 500 കൂട്ടായ്മയാൽ വിറ്റു വന്നാൽ ലാഭം 200 പുതിയ പഴയ കടയിൽ നിന്നും ലാഭം 200 ഇങ്ങനെ കുറച്ച് ഉയർത്തുമ്പോൾ ലാഭം കൂടുമല്ലോ ഈ കാര്യത്തിൽ ഉടനിറങ്ങി ജയിച്ചു വരിക ആലോചിച്ച് നിൽക്കാതെ ഉടനിറങ്ങുക കടയ്ക്ക് പോകാം വരൂ ഡിവൈൻ നോണി ബാട്ടിൽ കടയിൽ വെക്കാം വരൂ നിക്ക് കടയാകെ ജ്വലിച്ചിടൂ ഡിവൈൻ നോണി കുപ്പിയോടെ നിങ്ങൾ തിളങ്ങിടൂ ശക്തിയുള്ളതാണ് ഈ ദൈവിക നോണി ഇഷ്ടമാർന്നതാണ് ഈ ദൈവിക നോണി കടയ്ക്ക് പോകാം വരൂ ഡിവൈൻ നോണി ബാട്ടിൽ കടയിൽ വെക്കാം വരൂ നമ്മുടെ കമ്പനി പറ്റി പറയൂ നമ്മുടെ പ്രോഡക്റ്റ് പറ്റി പറയൂ വിൽപ്പന പറ്റി പറയൂ നമ്മുടെ ലാഭത്തെ പറ്റി പറയൂ കടക്കാരനോട് ഞങ്ങൾ ആദരിക്കാൻ പറയൂ ഡിവൈൻ നോണി പോസ്റ്ററയും ഒട്ടിക്കാൻ പറയൂ ദിവസം തോറും കടയിൽ ചെന്ന്